നമസ്കാരം, ഞാൻ നുസ്രത്ത് ജഹാൻ. നന്മ മരങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു നാടായി നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി കേരളം. അപ്പോൾ സഹായം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിയവനെ സഹായിക്കുക, നന്മ ചെയ്യുക എന്നുള്ളത് മലയാളികളുടെ ഒരു വീക്ക്നെസ്സാണ്. ആ വീക്ക്നെസ്സിനെ മുതലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ നന്മ മരങ്ങളെല്ലാം വന്ന് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതിനും നമ്മൾ പലതും കേട്ടു. പാവപ്പെട്ട ഒന്നുമില്ലാത്തവൻ, ഒരു പണിയില്ലാത്തവൻ കോടീശ്വരന്മാരാവുന്നത് ഈ നന്മ മരങ്ങളിൽ നമ്മൾ കാണണം. ഇവരെ നെഞ്ഞത്തടിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടൊക്കെ ഉള്ള വീഡിയോസ് ചെയ്യും, പണം വരും. എവിടെ നിന്ന് പണം വരുന്നതെന്നുള്ളതെന്നൊക്കെ ചോദിച്ചാൽ ആ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അബ്ദുൾ റഹീം, റിയാദിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ച അബ്ദുൾ റഹീമിന് വേണ്ടി 34 കോടി കളക്ട് ചെയ്തത് ഏത് ട്രസ്റ്റിലാണ്, എവിടേക്കാണ് നിങ്ങൾ കൈമാറുന്നതെന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കേൾക്കാത്ത പരാതികളില്ല. പിന്നെ അച്ചടി ഭാഷയിലുള്ള എല്ലാ തെറികളും എന്നെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കുന്ന ആളല്ല. പക്ഷെ അതിന്റെ പിന്നാലെ തന്നെ ഞാൻ നിൽക്കും. എന്നോട് അത് പറഞ്ഞ് ഉപദേശിക്കാനോ എനിക്ക് മെസ്സേജ് അയക്കാനോ അവിടെ പിന്നെ ഞാൻ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഞാൻ ദ്രോഹിയാണ്, ഞാൻ റഹീമിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ കോടതി വിധി വേണം. കോടതിയൊന്നും ഈ വിവരം കൊടുക്കുന്ന മലയാള ന്യൂസോ 24 ചാനലൊന്നും സൗദി അറേബ്യയിലെ മുത്തവന്മാരും ജഡ്ജിമാരും ഒന്നും കാണുന്നില്ല, രാജാവും കാണുന്നില്ല. ഇവരതിലൂടെയാണ് നമ്മളോട് അത് കൊളാക്കരുത് പറഞ്ഞ് മറുപടി അറിയണേ. മലയാളം ന്യൂസ് ഒക്കെ നമുക്ക് അയച്ചു തരുന്നേ. അവിടെ ഇത് ചെയ്ത് അപ്പൊ അബ്ദുൽ റഹീമിന്റെ എങ്ങനെയാ ഇങ്ങനെ ഇവരെ വെള്ളം പൂശാൻ വേണ്ടി. ആക്ച്വലി ഇന്നും ഞാൻ ചോദിക്കണു, റഹീമിന് കളക്ട് ചെയ്ത ഫണ്ട് ഇവിടുന്ന് ഫോറിൻ കറൻസി ഫോറിനിലേക്ക് അയക്കണമെങ്കിൽ അതൊരു ട്രസ്റ്റ് ത്രൂ നടക്കുള്ളൂ, ടാക്സ് ഇല്ലാതെ. അബ്ദുൾ റഹീം ട്രസ്റ്റ് എന്ന് പറയുന്ന 6 മാസം മുമ്പ് മാത്രം ഉണ്ടാക്കിയൊരു ട്രസ്റ്റ്. ആ ട്രസ്റ്റിൽ ഇത്രയധികം എമൗണ്ട് പണം പറ്റൂല. അപ്പൊ ഇത് ഏത് ട്രസ്റ്റിൽ വാങ്ങിയെന്ന് അറിയാനുള്ള പിന്നെ കാര്യം നമ്മൾക്ക് മലയാളികൾക്കുണ്ട്. അതേപോലെ റഹീമിന് നീതി ലഭിക്കാൻ വേണ്ടിയാണോ ഈ പൈസ കിട്ടിയത് എന്നുള്ള ആശങ്കയാണ് എന്നെ പോലുള്ള ആൾക്കാർക്ക്. അതുകൊണ്ടാണ് റിയാദിലൂടെ ഒരു അന്വേഷണം തന്നെ ആരംഭിച്ചത്. അപ്പൊ റിയാദ് കോടതി 22 ഒക്ടോബറിൽ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. ആ തൂക്കിക്കൊല്ലാൻ വിധിച്ച സമയത്ത് കഴിഞ്ഞാല് മേഴ്സി പെറ്റീഷന് രാജാവിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും 5 അംഗ ജഡ്ജിമാരുടെ ഒരു കമ്മിറ്റി നടക്കും. അത് കഴിഞ്ഞിട്ടേ ഇയാളെ കൊല്ലണോ കൊല്ലണ്ടേന്നൊക്കെ തീരുമാനിക്കുള്ളൂ. ഇതാണ് അവിടുത്തെ നിയമം. ആ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ഇവരെ ആരും പുറത്ത് കാണിച്ചിട്ടില്ല. ഈ കുടുംബത്തിനും അറിയില്ല, വേറെ ആർക്കും അറിയില്ല. എംബസിയിലും അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് ആ ഷൂറ കമ്മിറ്റി കൈമാറിയിട്ടില്ലേ. അവിടുന്ന് കൈമാറിയത് എംബസിന്നും അത് ആരും പുറത്തു തരാൻ തയ്യാറല്ല. ഇവരെ സഹായിക്കുന്ന എംബസിന്റെ അകത്ത് സഹായിക്കണ സോ കോൾഡ് എംബസി ആൾക്കാർ തന്നെ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ കുടുംബത്തിന് ഇത്ര കളക്ട് ചെയ്യാന്ന് പറഞ്ഞത് ഒരു മെയിലല്ല അയക്കുക, എംബസിയിലെ ഒരു സ്റ്റാഫ് മാത്രമല്ല അയക്കുക. എംബസിന്റെ പിന്നെ അംബാസിഡർ ഇതൊക്കെ രേഖാമൂലം ഈ നാടിനെ അറിയിക്കും. അതൊക്കെ വെച്ച് ഇവർക്ക് ഇവിടെ അക്കൗണ്ട് പോലും തുടങ്ങി അങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ. കാരണം പിന്നെ വേറൊരു കാര്യം, സൗദി അറേബ്യയിൽ ഇങ്ങനത്തെ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സദാത്ത് അക്കൗണ്ട് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഈ കേസിൽ അകപ്പെട്ട ആളുടെ പേരിൽ അയക്കണ പൈസ ഏത് രാജ്യത്തു നിന്നും ഏത് സമയത്തും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ ഒരു അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്, ആരയച്ചെന്നുള്ളത് ഒക്കെ കണക്ട് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു അക്കൗണ്ട് ഇന്ന് വരെ സദാത്ത് അക്കൗണ്ട് സൗദി അറേബ്യയിൽ തുടങ്ങിയിട്ടില്ല. അതേപോലെ ഇവര് വേറെ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞത് ഇയാളിന് കൂടെ ജയിലിൽ അകപ്പെട്ട് 2 വർഷത്തേക്ക് തടവ് ശിക്ഷിച്ച് അയാൾ 10 വർഷം കഴിഞ്ഞിട്ട് തടവ് ഒന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ ഒരു നസീർ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അയാൾ എങ്ങനെ എത്തിയ കഥ അതൊരു വലിയ എപ്പിസോഡാണ്. ഈ നന്മ മരങ്ങളൊന്നും ഈ 10 കൊല്ലം വരെ എവിടെയായിരുന്നു? ഇത് വലിയൊരു ചോദ്യമാണ്. പിന്നെ 3.5 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ എംബസി ഇദ്ദേഹത്തിനൊരു വക്കീലിനെ വെച്ചത്, ഈ അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ വ്യക്തിക്ക്. ഈ അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ വ്യക്തി രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഒരു വക്കീൽ ഉണ്ടായിരുന്നെങ്കിലും, കേസ് വാദിച്ചിരുന്നെങ്കിലും, ഒറിജിനലി ഒരു വക്കീൽ ആ ഇന്ത്യൻ എംബസി വെച്ചത് ഒറ്റ വക്കീലല്ലാതെ ഇന്ന് വരെ അയാൾക്ക് ഉണ്ടായില്ല. അയാൾ 10 വർഷത്തോളം നിന്നു. അയാൾ വളരെ കുറച്ച് കേസിനെ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. കാരണം ഈ അനസ് എന്ന് പറഞ്ഞ ഇവര് പറയണ പോലെ ഇവര് അറബ് ന്യൂസിൽ ഈ കമ്മിറ്റിക്കാർ കൊടുത്ത ന്യൂസ്. അറബ് ന്യൂസ് എന്ന് പറഞ്ഞാല് നമ്മളെ മനോരമൊക്കെ പോലത്തെ ഒരു ന്യൂസാണ്.
അപ്പോൾ അതിൽ വന്നത് ഈ ഓട്ടിസം ബാധിച്ചൊരു പയ്യനായിരുന്നു അനസ് അല്ല. ഈ അനസ് എന്ന് പറയുന്ന ഒരു കാർ റേസറായിരുന്നു. അവന്റെ ചെറുപ്രായത്തിൽ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് ഉണ്ടാക്കിയിരുന്ന ഒരു കാർ റേസറായിരുന്നു ഈ അനസ്. ഈ അനസ് ഒരു ആക്സിഡന്റിൽ പെട്ട് ഇങ്ങനെ പിന്നെ സ്വാധീനം നഷ്ടപ്പെട്ട് ഒരു കൊല്ലത്തിനകമാണ് ഈ അബ്ദുൾ റഹീം അവിടെ ഡ്രൈവറായി എത്തുന്നതും. ഈ അബ്ദുൾ റഹീമിനെ ഇയാളെ പുറത്തു കൊണ്ടുപോകാൻ ഏൽപ്പിച്ചപ്പോൾ ആ കൂടെ ഒരു നേഴ്സിനെ ഇത്രയും മെഡിസിനൊക്കെ കൊടുക്കാൻ വേണ്ടി കഴുത്തിലിട്ട ട്യൂബാണ് പൊട്ടിപ്പോയത്. ആ ട്യൂബിന്റെ ക്യാപ്പാണ് റഹീം അടിച്ചപ്പോൾ പൊട്ടിപ്പോയത്. അപ്പോൾ അതുപോലും മനസ്സിലാക്കി കൊടുക്കാണ്ട് ഈ കൂടത്തില് ഒരു നേഴ്സിന് ഇയാളെയും ട്രാവൽ ചെയ്യാൻ പോയത് തന്നെ തെറ്റാ. ഇത് മാത്രം മതി ഒരു വക്കീലുണ്ടായിരുന്നെങ്കിൽ റഹീമിനെ നമുക്ക് രക്ഷപ്പെടുത്താം. അതൊക്കെ ആ എംബസി എന്ന് പറയുന്നത് ഏത് ഗവൺമെന്റ് വന്നാലും എംബസികളുടെ കൺട്രോൾ ഇന്ത്യ ഗവൺമെന്റിന് ഇല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എക്കാലത്തും. പല എംബസികളിലും ഇതുപോലുള്ള കേസുകളോ ഒരു പിന്നെ 1000 ദിറംസ് പെനാൽറ്റി അടക്കാൻ പോലും പറ്റാതെ ജയിലിന്റെ അകത്ത് കിടക്കണേ, ചെയ്യാത്ത കുറ്റത്തിന് ഭാഷ അറിയാതെ അകത്തായി പോയ ആൾക്കാർ പോലും നമ്മുടെ ഇന്ത്യൻ പൗരന്മാര് വിദേശ ജയിലുകളിലുണ്ട്. അവിടെയൊന്നും നമ്മൾ നന്മ മരങ്ങളെ കാണുന്നില്ല. പൈസ കളക്ട് ചെയ്യുമ്പോൾ മാത്രം നന്മ മരങ്ങൾ, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ എംബസിയിൽ എത്തിയിട്ട് ഈ പിന്നെ റഹീമിന് നീതി കിട്ടുന്നുണ്ടോ? ഈ പൈസ അവർ കളക്ട് ചെയ്തിട്ട് ഇപ്പൊ അത് സൈലന്റ് ആണ്. എന്നിവർ കൈമാറും. ആർക്ക് കൈമാറും? സദത് അക്കൗണ്ട് തുടങ്ങിയോ? എംബസി ഏത് അക്കൗണ്ടിലൂടെ ഇവർ ഫണ്ട് ട്രാൻസ്ഫർ ആക്കി? ഇതൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ ഇവർ കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്ന് റഹീം ഇറങ്ങുന്ന ആ കുടുംബത്തിനും നമുക്കൊക്കെ അറിയണം. ഇവർ പറയുന്ന എപ്പോഴും 2 മാസം, ഇത് 2 ആഴ്ച ഉണ്ടെങ്കിലും ഇന്നിപ്പോ ഈ കേസിന് നമുക്ക് ആളെ പുറത്തു കൊണ്ടുവരാം. ഈ കേസിൽ അതിലെ മരിച്ച അനസിന്റെ കുടുംബമായിട്ട് എന്തുകൊണ്ട് റഹീമിന്റെ കുടുംബത്തെ കൂട്ടിമുട്ടിച്ചില്ല? ഒരു നീതി. കാരണം ഈ കേസ് പിന്നെ 5 മില്യന്റെ കഥ, 5 മില്യൺ ഉള്ള നാട് എങ്ങനെ 15 മില്യൺ ചോദിച്ചു എന്നുള്ള ചോദ്യം, 15 മില്യൺ അവര് കളക്ട് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാണ് മറ്റൊരു അപവാദം. അതെല്ലാം ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് പറയാം. നന്ദി. റഹീം രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാം. അതിനുള്ള പ്രയത്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു. भाई और बहनों, अब 2024 में कांग्रेस और इंडी गठबंधन ऐसा झूठ लेकर के फिर से एक बार मैदान में आए और उनकी जो इकोसिस्टम है वो भी उस झूठ को हवा दे रही है। संविधान दिखाते हैं, आरक्षण ले लेंगे इसका डर दिखाते हैं, पूरी तरह मन गढ़ंत गप्पाजी, यही उनका काम। कभी कहते हैं मोदी को कोई परिवार नहीं है, तो क्या परिवार वालों को भ्रष्टाचार करने का लाइसेंस मिल गया है क्या? कभी कहते हैं मोदी को जेल में डाल देंगे, कभी कहते हैं मोदी का सर फोड़ देंगे। ऐसी ऐसी बातें लेकर के वो चुनाव के मैदान में उतरे और देखिएगा इस बार भी ये पहले से कम सीटों में सिमट जाएंगे।